ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. ഇറ്റ്സ് മീ ഷുഹൈദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ടേമിലെ എക്സാമിനേഷൻ 2024 ഇപ്പൊ കഴിഞ്ഞ 2024 എക്സാമിൽ ഓണപരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള 5th ചാപ്റ്റർ ട്രിഗണോമെട്രി. ഈ വർഷം നമുക്ക് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഒരു 3 ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യവും അതിന്റെ ഉത്തരമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ ABC ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. ആംഗിൾ C ഈക്വൽ ടു 30 ഡിഗ്രി, AB ഈക്വൽ ടു 2 സെന്റിമീറ്റർ. ചിത്രത്തിൽ ABC ഒരു മട്ടത്രികോണമാണ്. ആംഗിൾ C 30 ഡിഗ്രിയാണ്. AB 2 സെന്റിമീറ്റർ ആണ്. AC നീളം കാണണം. ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ. ത്രികോണം ABCയുടെ ചുറ്റളവ് കാണുക. അപ്പൊ ഇവിടെ ഒരു ആംഗിൾ 90 ആണ്. ഇത് കണ്ട, ഈ സിമ്പൽ 90 ആണ്. ഇവിടെ 30 ആണ്. അപ്പൊ ഇവിടെ 60 വരും. അപ്പോഴാണ് 180 ആവുക. ഓക്കെ, 180 90 പോയാൽ ബാക്കി 90, അതിൽ നിന്ന് 30 പോയാൽ 60. ഇനി ഒരു ട്രയാങ്കിളിന്റെ ആംഗിളുകൾ 30, 60, 90 എന്ന റേഷ്യോയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സൈഡുകൾക്ക് ഒരു റേഷ്യോ 30, 60, 90 വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സൈഡുകൾക്ക് ഒരു റേഷ്യോ ഉണ്ട്. അതെന്താണ്? 1:√3:2. 30ന്റെ ഓപ്പോസിറ്റ് 1 വരും, 60ന്റെ ഓപ്പോസിറ്റ് √3 വരും, 90ന്റെ ഓപ്പോസിറ്റ് 2 വരും. ഇനി ഏതെങ്കിലും ഒരു ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് തന്നിട്ടുണ്ടാവും. 30ന്റെ ഓപ്പോസിറ്റ് 2, അഥവാ 1ന്റെ സ്ഥാനത്ത് 2 ആണ്. അപ്പൊ 1ന്റെ വില കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിട്ടിയാൽ ഗുണിക്കണം, 1 കാണാൻ ഹരിക്കണം. ഇപ്പൊ നമ്മളൊരു കടയിലൊക്കെ പോയിട്ട് ഒരു സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 1ന് എത്ര, അല്ലെങ്കിൽ 1 കിലോന് എത്രയെന്ന് ചോദിച്ചിട്ടാണ് ബാക്കിയുള്ളതിൻ്റെ ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ 10 എണ്ണം 40 രൂപയ്ക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് എത്രയാന്നുള്ളത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് കാണുക, അല്ലേ? അപ്പോൾ 1ന് 2 ആണെങ്കിൽ √3 എത്രയായിരിക്കും? 2 × √3. 1ന്റെ വാല്യൂ, 1ന്റെ വില എന്താണോ ആ വില കൊണ്ട് ബാക്കിയുള്ള റേഷ്യോനെ ഇനി ഗുണിക്കണം. അപ്പൊ √3യുടെ സ്ഥാനത്ത് 2 × √3 2√3 വരും. 2ന്റെ സ്ഥാനത്ത് 2 × 2 4 വരും. കണ്ടോ? അപ്പോ ഈ 2√3 എന്ന് പറയുന്നത് 60ന്റെ ഓപ്പോസിറ്റ് ആണ്. ഇതാ ഇവിടെ. ഓക്കെ, ഓപ്പോസിറ്റ് കാണും നോക്കുക കേട്ടോ. √3 എന്ന് പറയുന്നത് 60ന്റെ ഓപ്പോസിറ്റ് ആണ്. അവിടെ 2√3 എന്ന് വരും. ഇനി 2 വരുന്നത്, റേഷ്യോ 2 വരുന്നത് 90ന്റെ ഓപ്പോസിറ്റ് ആണ്. അവിടെ 4 എന്ന് വരും. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് AC-യുടെ വാല്യൂ ആണ്. സോ AC ഈക്വൽ ടു 4 സെന്റിമീറ്റർ. അടുത്തത് പെരിമീറ്റർ കാണാൻ പറഞ്ഞിട്ടുണ്ട്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ ചുറ്റുമുള്ള ലെങ്ത്തുകൾ കൂട്ടുന്നതിനെയാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 3 സൈഡും ആഡ് ചെയ്താൽ മതി. അപ്പൊ 2 + 2√3 + 4. 2ഉം 2ഉം ഇവിടെ ആഡ് ചെയ്യരുത്. കാരണം ഇവിടെ 2√3 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇൻറ്റു ഉണ്ട്. ഓക്കെ, അക്കോർഡിംഗ് ടു ബോർഡ് മാസ്റ്റർ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ ഈ 2 × √3 അവിടെ വെക്കുക. 2 × 4 ചെയ്യുക. 2 + 4 ചെയ്യുക. ഇവിടെ പ്ലസ് അല്ലേ? 2ക്ക് 4 കൂട്ടിയാൽ എത്രയാണ്? 6 ആണ്. ഓക്കെ, ഇനി 6 + 2 കൂട്ടരുത് മക്കളെ. 6 + 2 കൂട്ടരുത്. കാരണം ഇത് 2√3 ആണ്. √3 ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു √3 വേണം. ഓക്കെ, അതില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇതിനെ 6 + 2√3 എന്ന് ഇട്ടാൽ മതി. √3യുടെ വാല്യൂ കൊടുക്കണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് വാല്യൂ കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അല്ലെങ്കിൽ കറക്റ്റ് 2 സെന്റിമീറ്റർ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇനി വാല്യൂ കൊടുത്താലും കുഴപ്പമില്ല, കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ ABCD ഈസ് എ റോംബസ് ആൻഡ് ഇറ്റ്സ് പെരിമീറ്റർ ഈസ് 68 സെന്റിമീറ്റർ. ആംഗിൾ DE ഈക്വൽ ടു 40 ഡിഗ്രി. ചിത്രത്തിൽ ABCD ഒരു സമഭുജ സമാന്തരികമാണ്. അതിന്റെ ചുറ്റളവ് 68 സെന്റിമീറ്റർ ആണ്. ആംഗിൾ DA ഈക്വൽ ടു 40 ഡിഗ്രി. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ റോംബസ്? സമഭുജ സമാന്തരികത്തിന്റെ വശത്തിന്റെ നീളം കാണുക. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് DE. DEയുടെ നീളം കാണുക. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റോംബസ് ABCD. സമഭുജ സാമാന്തരികം ABCDയുടെ പരപ്പളവ് കാണുക. സൈൻ 40 കോസ് 40 ഇത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു റോംബസ് ആണ്, സമഭുജ സാമാന്തരികം. എന്താണ് സമഭുജ സാമാന്തരികം അല്ലെങ്കിൽ റോംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. ഓൾ സൈഡ്സ് ആർ ഈക്വൽ. എല്ലാ വശവും തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് തന്നിട്ടുണ്ട്. പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് തന്നിട്ടുണ്ട് 68 ആണ്. അഥവാ ഈ 4 സൈഡ് കൂട്ടിയാൽ നമുക്ക് 68 എന്ന് കിട്ടും. അപ്പൊ അതിൽ ഒരു സൈഡ് കാണാൻ 68നെ 4 ആക്കി ഡിവൈഡ് ചെയ്താൽ പോരെ. 4 സൈഡും കൂട്ടിയാൽ 4 സൈഡും ഈക്വൽ ആണ്.
റോംബസ് ആയതുകൊണ്ട് 4 സൈഡും ഈക്വൽ ആണ്. അപ്പൊ ഒരു സൈഡ് കാണാന് ആ 4 സൈഡും കൂട്ടിയാൽ കിട്ടുന്ന പെരിമീറ്ററിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. ഓക്കെ, പെരിമീറ്റർ 68 ആണ്. അപ്പൊ 4a ഈക്വൽ ടു 68. അപ്പൊ a ഈക്വൽ ടു 68/4 17. ഓക്കെ അല്ലേ? 6 ഒരു പ്രാവശ്യം ശിഷ്ടം 2 ഉണ്ടാവും. പിന്നെ 28 a 4 28. ഓക്കെ, അപ്പൊ ഒരു സൈഡിന്റെ ലെങ്ത് 17 ആണ്. അപ്പോൾ AD എന്ന് പറയുന്നത് എത്രയാണ്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് DE. AD എന്ന് പറയുന്നത് എത്രയാണ്? 17 ആണ്. DC എന്ന് പറയുന്നത് എത്രയാണ്? 17 ആണ്. CB എന്ന് പറയുന്നത് എത്രയാണ്? 17 ആണ്. AB എന്ന് പറയുന്നത് എത്രയാണ്? 17 ആണ്. ഈ 4 17കൾ കൂട്ടിയപ്പോഴാണ് നമുക്ക് പെരിമീറ്റർ 68 കിട്ടിയത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് DE. DEയുടെ നീളം കാണണം. DEയുടെ നീളം കാണണം. ഓഫ്, ആ ചിത്രത്തിന്റെ ഇടയിൽ കൂടെ വന്നല്ലേ. ഞാനിവിടെ ഒരു ത്രികോണം കണ്ട, നിങ്ങൾ ഈ ത്രികോണത്തിന് മാത്രം ഇങ്ങോട്ടൊന്ന് വരക്കട്ടെ. അതിൻ്റെ ഇടയിൽ കൂടെ 8 വന്നു, ഞാനത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല ടൈപ്പ് ചെയ്തപ്പോൾ. ഇവിടെ 90 വരും. ADയുടെ ലെങ്ത് നമുക്ക് 17 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെയാണ് D എന്ന് പറയുന്നത്, ഇവിടെയാണ് E എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മളുടെ 40 ഡിഗ്രി കിടക്കുന്നത്. നോക്കിയേ, 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് കാണണം. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഹൈപ്പോട്ടനസ് തന്നിട്ടുണ്ട്. ഇതിനുള്ളിൽ ട്രയാങ്കിൾ ഒന്നും അല്ല ടൈം വരക്കണേ. 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള DE കാണണം. 90 ഓപ്പോസിറ്റ് ഉള്ള ഹൈപ്പോട്ടനസ് അഥവാ ഓപ്പോസിറ്റ് സൈഡ് കാണണം, ഹൈപ്പോട്ടനസ് തന്നിക്കണം. എതിർവശം കാണണം, കർണം തന്നിക്കണം. നമ്മൾ ആരെ ഉപയോഗിക്കുക? സൈൻ ആണ് ഉപയോഗിക്കുക. അപ്പോൾ സൈൻ 40 ഈക്വൽ ടു, സൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എതിർവശം ബൈ കർണം, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. 40ന്റെ ഓപ്പോസിറ്റ് ആരാണ്? DE. ഹൈപ്പോട്ടനസ് ആരാണ്? AD. DEയുടെ വാല്യൂ നമുക്കറിയില്ല. സൈൻ 40യുടെ വാല്യൂ 0.643 ആണ്, അത് നമുക്ക് തന്നിട്ടുണ്ട്. ADയുടെ വാല്യൂ 17 ആണ്. ഇനി ആ 17 ഇങ്ങോട്ട് കൊണ്ടുവരിക ഇപ്പുറത്തോട്ട്, അപ്പൊ നമുക്ക് DE കിട്ടും. ഹരിക്കാനുള്ളത് ഇപ്പുറം വരുമ്പോൾ ഗുണിക്കാനാവും. ഇനി 643നെ 17 കൊണ്ട് ഗുണിക്കണം. 7 3 21 1 ഇഷ്ടം 2 4 28 28 2 30ക്ക് 0 ശിഷ്ടം 3 6 42 3 45. ഇനി ഒന്നുകൊണ്ടാണ്, ആ നമ്പർ തന്നെ ആയിരിക്കും വരിക. 3 4 6 1 3 9 10. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ട്? 3 നമ്പർ. അപ്പം 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. 10.931. ഇതാണ് DEയുടെ വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഏരിയ കാണണം. ഏരിയ ഇതൊരു പാരലോഗ്രാം ആണല്ലോ. ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. ബേസ് ഇൻറ്റു പാരലോഗ്രാമിന്റെ ഏരിയ ആണല്ലോ. ഇക്വേഷൻ എന്താണ്? ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സൈഡ്, അതെല്ലാം ഈക്വൽ ആയതുകൊണ്ട് ഇത് 17 ആണ്. അപ്പൊ 17 ഇൻറ്റു 10.31. ഇതിനെ വീണ്ടും നമ്മൾ 17 ഗുണിക്കണം. 1 7 7 3 7 21 1 ഇഷ്ടം 2 9 63 63 2 65 ശിഷ്ടം 6. 0 ഇൻറ്റു 7 0, അതിലേക്ക് 6 കൂട്ടുമ്പോൾ 6. 1 7 7. ഒന്നുകൊണ്ടാണ്, അപ്പൊ ആ നമ്പർ തന്നെ എഴുതിയാൽ മതി. 1 3 9 0 1. ആഡ് ചെയ്യാം. 7 2 5 3 8 9 6 15 ഇഷ്ടം 1 7 1 8 1. എത്ര സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം? 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. പോയിന്റ് കഴിഞ്ഞിട്ട് 3 നമ്പറാണ്. അപ്പൊ 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. 185.827 സ്ക്വയർ സെന്റിമീറ്റർ. ലാസ്റ്റ് ചോദ്യം. 3 ചോദ്യമായിരുന്നു ഈ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത്. ഇൻ ദ ഫിഗർ കോഡ് ABCD മീറ്റ് അറ്റ് ദ പോയിന്റ് P. AB is the perpendicular to CD. Angle PCB എവിടെ? PCB എന്ന് പറയുന്ന ഈ ആംഗിള് 30 ആണ്. ഓക്കെ, then PB equal to 2 cm. AD equal to 6 cm. ചിത്രത്തിൽ ABCD എന്നീ ഞാണുകൾ P എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു. AB എന്ന ഞാണ് CDക്ക് ലംബമാണ്.
PCB 30 ഡിഗ്രി, PB 2 സെന്റിമീറ്റർ, AD 6 സെന്റിമീറ്റർ. ഫസ്റ്റ് ചോദ്യം, DAB എന്ന കോണിന്റെ അളവ് കാണണം. നോക്കിയാണ് മക്കളെ, PCB എന്ന് പറയുന്ന കോണാണ് തന്നിട്ടുള്ളത് എങ്കിലും അതിലെ ഈ പി എന്ന് നീട്ടി വരച്ചിട്ട് ഡിയിലല്ലേ, DCB എന്ന് പറഞ്ഞൂടെ? DB എന്ന് പറയുന്ന ഈ ഞാൻ അല്ലെങ്കിൽ ഈ കോഡിൽ നിന്നും പോകുന്ന ഒരു കോണാണ് DCB. അതേ കോഡിൽ നിന്ന് പോകുന്ന കോണ് തന്നെയാണ് ആര്? DAB. അപ്പൊ ഇവിടെയും എത്രയാണ്? 30. ഓക്കെ, ഇത് സർക്കിളിലെ ഒരു കൺസെപ്റ്റ് ആണ് കേട്ടോ. ഇത് ട്രിഗണോമെട്രി നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് സർക്കിളിലെ കൺസെപ്റ്റ് ആണ്. നോക്കിയേ, DAB ഇവിടെ 30 ആണെങ്കിൽ DCB 30 ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും എത്രയാണ്? 30. കാരണം ഒരേ കോഡിൽ നിന്നാണ് ആ പോയിന്റുകൾ അല്ലെങ്കിൽ ആ ലൈനുകൾ പോകുന്നത്. ഈ ആംഗിൾ ഡി എഴുതിയില്ലല്ലേ? നോക്കിയാ, ഈ ഇവിടെ ഉള്ള ഈ APD എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുക. ഇത് 30, ഇത് 90, അപ്പൊ ബാക്കി ഇനി എത്ര ഉണ്ട്? 60. കണ്ടോ? ആംഗിൾ ഡി എത്രയാണ് അപ്പോ? 60. ഓക്കെ, ഇനി ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PD എന്നാണ് നമ്മളുടെ B ക്വസ്റ്റ്യൻ. ഇത് A അല്ല കേട്ടോ, B ആണ്. ഇത് C ആണ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PD. ഇനി ഞാൻ PDയുടെ ലെങ്ത് കാണാൻ പോവാണ്. നോക്കിയാ, 30, 60, 90 ആണ് ഇവിടുത്തെ കോണ്. 30, 60, 90. അപ്പൊ 30, 60, 90 ആണെന്നുണ്ടെങ്കിൽ റേഷ്യോ എത്രയാ? 1:√3:2. 30ന്റെ ഓപ്പോസിറ്റ് തന്നിട്ടില്ല, 60ന്റെ ഓപ്പോസിറ്റ് തന്നിട്ടില്ല, 90ന്റെ ഓപ്പോസിറ്റ് 6 ആണ്, അഥവാ 2ന്റെ സ്ഥാനത്ത് 6 ആണ്. ഓക്കെ, നമുക്ക് കണ്ടത് PD ആണ്. അത് 30ന്റെ ഓപ്പോസിറ്റ് ആണ്, അഥവാ 1ന്റെ സ്ഥാനത്ത്. 2ന്റെ സ്ഥാനത്ത് 6 ആണെന്നുണ്ടെങ്കിൽ 1ന്റെ സ്ഥാനത്ത് എത്രയായിരിക്കും? 3. 2ന് 6 എങ്കിൽ 1ന് എത്രയാ? 3. അതിന്റെ പകുതി അല്ലേ? അപ്പൊ 1ന് 3 ആണെന്നുണ്ടെങ്കിൽ മറ്റേന് എത്രയായിരിക്കും? √3ക്ക് 3√3 ആയിരിക്കും. ഓക്കെ, അപ്പൊ PDയുടെ ലെങ്ത് കിട്ടിയ എത്രയാ? 3. 30ന്റെ ഓപ്പോസിറ്റ് അല്ലേ PD അടക്കുന്നത്, അപ്പൊ ഇവിടെ 3. ഓക്കെ, 60ന്റെ ഓപ്പോസിറ്റ് ആണ് √3, അത് 3√3 PA. ഇനി ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കോഡ് ABCD എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ABCD എന്ന് പറയുന്ന കോഡിന്റെ ലെങ്ത് കാണണം. അപ്പോൾ അടുത്ത ത്രികോണം എടുത്തു. ഇവിടെ 30, ഇവിടെ 60. കാരണം എന്താ? ഇത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇവിടെ എത്രയായിരിക്കും? 90 ആയിരിക്കും. അപ്പൊ നേരത്തെ പോലെ തന്നെ 30, 60, 90 റേഷ്യോ എത്രയാ? 1:√3:2. ഇനി അപ്പുറത്തതിലോട്ട് പോകുന്ന എനിക്കൊരു ചെറിയ സംശയം ഉണ്ടാവും, ഞാൻ ഇവിടെ പറഞ്ഞുതരാം കേട്ടോ. നോക്കിക്കോ, 30ന്റെ ഓപ്പോസിറ്റ് 2 ആണ്. അപ്പൊ 1ന്റെ സ്ഥാനത്ത് 2 ആണ്. 1ന്റെ വില കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ചെയ്താലോ? √3യുടെ സ്ഥാനത്ത് എത്രയാ? 2√3. 2ന്റെ സ്ഥാനത്ത് എത്രയാ? 4. ഗുണിച്ചാൽ മതി അല്ലേ? അപ്പൊ 30ന്റെ ഓപ്പോസിറ്റ് ഇവിടെ 30ന്റെ ഓപ്പോസിറ്റ് 2 ആണ്. 60ന്റെ ഓപ്പോസിറ്റ് ഇവിടെ 2√3 എന്ന് വരും. 90ന്റെ ഓപ്പോസിറ്റ് ഇവിടെ 4 വരും. അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഇനി കോഡാണ് വേണ്ടി AB. ഇവിടെ 3√3, ഇവിടെ 2. അപ്പൊ 2 + 3√3. ഇവിടെയോ? CDയോ? ഇവിടെ 3യും ഇവിടെ 2√3. അപ്പൊ 3 + 2√3 എന്ന് വരും. ABയുടെ വാല്യൂ AB 3√3. ഇവിടെ 3√3, ഇവിടെ 2. അപ്പൊ 3√3 + 2. √3യുടെ വാല്യൂ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. 3√3 + 2 എങ്ങനെ കിട്ടിയ മനസ്സിലായല്ലോ? ഇവിടെ 90 എന്ന് ആദ്യം തന്നീനി, ഇവിടെ 30 തന്നിട്ടുണ്ട്. അപ്പൊ ഈ കോണം 30, 60, 90 വന്നിട്ട് റേഷ്യോ വെച്ചിട്ടാണ് നമ്മളിത് കണ്ടുപിടിച്ചത്. അപ്പുറത്തേക്ക് പോകും. ഒന്നുകൂടി നോക്കിക്കോട്ടോ. ഈ ആംഗിൾ 30. അപ്പൊ ചിത്രം കംപ്ലീറ്റ് പോയല്ലോ. അപ്പൊ ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ ആംഗിൾ 30, ഇവിടെ 30 ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും എന്ത് വരും? 30 വരും. 30, 90. അപ്പൊ ഇവിടെ എത്രയാ? 60. 30, 60, 90 വന്നു കഴിഞ്ഞാൽ റേഷ്യോ 1:√3:2. ഇവിടെ 90ന് ഓപ്പോസിറ്റ് 6, അഥവാ 2ന്റെ സ്ഥാനത്ത് 6. അപ്പൊ 1ന്റെ സ്ഥാനത്ത് 3, √3യുടെ സ്ഥാനത്ത് 3 × √3. ഓക്കെ, അപ്പൊ 60ന്റെ ഓപ്പോസിറ്റ് അല്ല √3. അപ്പൊ ഇവിടെ 3 × √3. ഇവിടെ 30ന്റെ ഓപ്പോസിറ്റ് 1, അത് 3. ഇനി ഇപ്പുറത്തെ ത്രികോണത്ത് ഇവിടെ 30, ഇവിടെ 90 ആയിരിക്കും. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ? അപ്പൊ ഇവിടെ എത്രയായിരിക്കും? 60 ആയിരിക്കും. 30, 60, 90 വന്നു കഴിഞ്ഞാൽ 1:√3:2 ആണ്. അതിൽ 30ന്റെ ഓപ്പോസിറ്റ് 2, അഥവാ 1ന്റെ സ്ഥാനത്ത് 2. അപ്പൊ 2ന്റെ സ്ഥാനത്ത് 4, √3യുടെ സ്ഥാനത്ത് 2√3. അപ്പോൾ 1ന്റെ സ്ഥാനത്ത് 2 ആണ്, √3യുടെ സ്ഥാനത്ത് 2√3 ആണ്.
2ൻ്റെ സ്ഥാനത്ത് 4 നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എ ബി നമ്മൾ കണ്ടു. ഇതാ എ പിയും പി ബിയും കൂട്ടി 3√3 + 2. ഇനി സി ഡി കാണുകയാണ്. ആരൊക്കെ കൂട്ടണം? ഡി പിയും പി സിയും കൂട്ടണം. ഡി പി എന്ന് പറഞ്ഞാൽ 3 ആണ്, പി സി എന്ന് പറഞ്ഞാൽ 2√3 ആണ്. അപ്പോൾ അവിടെയും √3 ഉണ്ട്, അതുകൊണ്ട് അതും എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ 3 ചോദ്യങ്ങളാണ് 2024 നമ്മളുടെ ത്രികോണമിതി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഇപ്പം കഴിഞ്ഞ ഓണപരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ വർഷത്തെ ഓണപരീക്ഷയുടെ പേപ്പറുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ബാക്കി നമ്മളുടെ ക്ലാസ്സുകളുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രിസ്മസ് എക്സാമിൻ്റെ ഓരോ പോർഷൻസുകളും നമുക്ക് എന്ത് ചെയ്യണം, കവർ ചെയ്യണം. ഓക്കെ, ടിൽ ദെൻ ബൈ.